കർത്താവിനെ അനുഗമിക്കുന്ന ആളുകൾ വ്യത്യസ്തമായ ആഗ്രഹങ്ങളോടുകൂടിയാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. എല്ലാവരും യേശുവിനെ ആരാധനാ മനോഭാവത്തോടെ കാണുന്നുണ്ടെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവരാണ്. ഒരുവൻ കർത്താവിനെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരിലും ഈ ഒരു വളർച്ച, ഒരു മനോഭാവം കാണുന്നതേയില്ല. ചിലർക്ക് യേശുവിനെ ഒരു അത്ഭുത പുരുഷനായിട്ട് കാണുവാൻ ആണിഷ്ടം. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് സന്തോഷിക്കുന്നതാണ് വേറൊരു കൂട്ടം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 8 മുതൽ ഉള്ള വചനങ്ങളിൽ ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ആഗ്രഹിച്ചു. യേശു വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചു. ഏറിയോന്ന് ചോദിച്ചിട്ടും യേശു ഹെരോദാവിനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. ഹെരോദാവിൻ്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിക്കുവാനായിട്ട് കൊണ്ടുവന്ന സന്ദർഭത്തിൽ യേശുവിനെ കണ്ട ഹെരോദാവ് ഒത്തിരി സന്തോഷിച്ചു എന്ന് നാം വായിച്ചു. എന്തുകൊണ്ടാണ് ഹെരോദാവിന് യേശുവിനെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായത്? ന്യായപ്രമാണം അറിയാനുള്ള ആഗ്രഹമോ ദൈവരാജ്യത്തിൽ എങ്ങനെ കിടക്കാമെന്നുള്ള ചോദ്യമോ ഒന്നും ഹെരോദാവിനില്ലായിരുന്നു. മറിച്ച് യേശുവിനെക്കുറിച്ച് ഹെരോദാവ് കേട്ടിരുന്നത് താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇടപ്രഭുവായ ഹെരോദാവ് സംഭവിക്കുന്നത് എല്ലാം കേട്ടിട്ട്, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു, അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നു. അത് ഹെരോദാവ് കേട്ടു. കഴിഞ്ഞപ്പോൾ ലൂക്കോസ് 9:9 നമ്മൾ വായിക്കുന്നത്, ഇവൻ ആർ എന്ന് പറഞ്ഞ് അവനെ കാണാനായിട്ട് ശ്രമിച്ചു. ഹെരോദാവിന് യേശുവിനെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായത് പെട്ടെന്നൊന്നുമായിരുന്നില്ല. യേശുവിനെ കാണാൻ താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തൻ്റെ അടുക്കൽ യേശുവിനെ കൊണ്ടുവന്നിരിക്കുകയാണ് വിസ്തരിക്കുവാൻ. ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ കർത്താവിനെ കാണുവാൻ നാം ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശുവിനെ നമ്മുടെ കടഭാരം പരിഹരിക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് നാം കാണുന്നത്? നമ്മുടെ രോഗങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു വൈദ്യനായിട്ട് മാത്രമാണോ നാം യേശുവിനെ കാണുന്നത്? ആശ്വാസം കിട്ടാത്ത ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമായിട്ട് മാത്രമാണോ നാം യേശുവിനെ കാണുന്നത്? യേശുവിൻ്റെ കയ്യാൽ വല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും എന്നുള്ള ആഗ്രഹത്തിൽ ഒരടയാളം കാണാൻ, അത്ഭുതം കാണുവാൻ ആണോ നാം ആഗ്രഹിക്കുന്നത്? ഈ ആഗ്രഹങ്ങളൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ ഹെരോദാവിന് ഈ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം വരുന്നത്. യേശു തീർച്ചയായും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ള തിരുവെഴുത്തിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതിന് അപ്പുറത്തൊരു വളർച്ച നമുക്ക് ആവശ്യമില്ലേ? ഈ ലോകത്തിലെ ഏതു നന്മയും
നാം ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ? ഇഹലോകത്തിലേക്ക് നാം ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇവിടെ നിന്ന് ഒന്നും നമുക്കാർക്കും കൊണ്ടുപോകുവാൻ സാധിക്കുകയുമില്ലല്ലോ. മരണം വിട്ട് നാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ യാത്ര അയക്കുമ്പോൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുവിൽ വിശ്വസിച്ച്, യേശുവിൽ വസിച്ച്, യേശുവിനെ അനുഗമിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ കഴിയും? അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മുടെ പ്രത്യാശ നാം എപ്പോഴും ദൈവത്തിൽ വെച്ചുകൊണ്ടിരിക്കണം. ദിവസം മുഴുവൻ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ പ്രത്യാശ ഇഹലോകത്തിലെ വസ്തുക്കളിലോ ഇവിടുത്തെ ബന്ധങ്ങളിലോ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും സുഖങ്ങളിലോ അല്ല. അതെല്ലാം താൽക്കാലികമാണ്. കാണുന്നതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. നമ്മുടെ പ്രത്യാശ യേശു വസിക്കുന്ന ഇടമായ ദൈവരാജ്യത്തിൽ പോവുക എന്നുള്ളതാണ്. ക്ഷയിക്കാത്തതും വാടാത്തതും മലിനപ്പെടാത്തതുമായ നല്ല ഒരു അവകാശം തന്ന് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ആ നിത്യതയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം ചിന്തിക്കും. ഇന്ന് മരിച്ചാൽ എൻ്റെ പ്രത്യാശ എൻ്റെ ദൈവത്തിലാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരുപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? മരണത്തെ ഞാൻ ഭയപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നാം നമ്മോട് തന്നെ ചോദിക്കുക. തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഹെരോദാവിനെ പോലെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ, ഒരത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം യേശുവിനെ പിൻഗമിക്കുന്നവരായിട്ടല്ല, മറിച്ച് നിത്യജീവൻ്റെ മൊഴികൾ കർത്താവിലുണ്ട് എന്നുള്ള ആ ബോധ്യത്തോടെ കർത്താവിൽ നിന്ന് കേൾക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.